പറയണ ബഷീറേ, വിട് ഞാൻ പോട്ടെ. സെറ്റപ്പേ ഇറങ്ങ സെറ്റപ്പേ. രാമകൃഷ്ണ മര്യാദക്ക് പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. അത് എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ, തല്ലാതെ ഞങ്ങൾ നോക്കണം. ഈ നിൽക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്നതിന് എന്നെ തല്ലുന്ന എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. തെമ്മാടിനം പറയരുത്. എന്റെ വാപ്പിയും ഈ നാരായണന്റെ അമ്മയും 2 രാത്രിയും 3 പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 മണിക്ക് ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് വന്നിരിക്കണേ. വീടില്ലവന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ, ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പേ കാര്യം എന്താന്ന് വെച്ച് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCSന്റെ കാല് പിടിച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത്. ആ സർട്ടിഫിക്കറ്റ് ഇത് രണ്ടും ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. 16-ാം വാർഡിൽ 9-ാം നമ്പർ ബെഡിൽ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 2 രാത്രിയും 3 പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോവനെ. സർട്ടിഫിക്കറ്റ് 2 നോക്കിയിട്ടേ സൂപ്പറിന് വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാനും ഇപ്പോഴറിയുന്ന അവർ തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ദയവേത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. 5 മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ വിവരം ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്കുക. അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിലേ താൻ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. മോനെ പുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി, മമ്മി ഉടനെ വന്നേക്കാം. ചേച്ചി ഔട്ട് ഗോയിങ് ഫ്രീ ആണോ? എന്ത് ബ്രേക്കാണോ ഇത്? സുരേഷേ, ഐശ്വര്യോട്ട് വലുത് ആലോചിച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലുത് ആലോചിച്ചിറങ്ങ്. ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം മതി. എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി സെറ്റപ്പിന്. അച്ഛനും മോനാളിയും മരയിലേക്ക് ഇറക്കാൻ. അച്ഛൻ അമ്മ അളിയൻ്റെ എല്ലാരും നടരാജ വണ്ടി കൊണ്ടുവയ്ക്കോ. ഞാൻ നിന്നെ കാണിക്കുന്ന 10ാമത്തെ പെണ്ണായ. ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്. അന്തസ്സായിട്ട് പെരുമാറണം. അതെനിക്കറിയാം, ഞാൻ ഗൾഫിലല്ലേ. പിന്നെ 25 സെന്റ് സ്ഥലവും വീടും ഉണ്ട്. ഇത് നീ വേണമെന്ന് ചുറ്റിയിടന്ന് കണ്ടോ? ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആക്കട്ടെ. ചേട്ടാ 2 ആഴ്ചത്തെ ലീവ് ഉള്ള എനിക്ക്. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ല്. ഉറങ്ങ ടീച്ചറെ. അവര് വന്നോ? 10 മണി വരെ കാത്തിരിക്കുക. ചെക്കൻ, അച്ഛൻ, അമ്മാവൻ, അളിയന്മാരെല്ലാരും വരുത്തിയിട്ടുണ്ട്. ടീച്ചർ കണ്ടോ, ഞാൻ സെറ്റപ്പ് ആക്കും. സുരേഷ് എവിടെ? ഏട്ടൻ മുറിയിലുണ്ട്. ടീച്ചറെ, സുരേഷ് ഏറി വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച സെറ്റപ്പ് പൊളിയും. ഞാൻ അവനോട് പറയാം, ഒന്ന് നന്നായിട്ടൊക്കെ പെരുമാറാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കും. മുട്ടായി മേടിച്ചെന്നാ അനുസരിക്കാം. 10 കാൽവറീസ്. അത് മതിയാവും. ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാം. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വല്പം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുതേ. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്നോട്ട് വാങ്ങി തന്നോ? അത് വാങ്ങി തരാന്ന് കയ്യിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. കയ്യിലടി 10 കാഡ്ബറീസും സിൽക്ക് ചുരിദാറും വാങ്ങിത്തരാം. പിന്നെ ഈ സാരിയും കൂടെ കഴി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. ചതിക്കരുത്. നീ അന്ന് പാട്ട് പാടിയിട്ട് അനിതയെ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കിപ്പോയത്. പറഞ്ഞനുസരിക്കുന്ന പോലെ വരരുത്. അവിടേക്ക് വരരുതെന്ന് പറഞ്ഞാൽ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാറും 10 കാൽവറീസ് വാങ്ങി തരുമോ? വാങ്ങിത്തരാം, വരരുത്. അതാരാ? പോടാ. സെറ്റപ്പേട്ട ഇങ്ങ വന്നാളിയാ. വീട്ടിൽ പോയി വന്നപ്പോണ്ടായില്ലല്ല. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളൂ. അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം.
സെറ്റപ്പേട്ടാ എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളെന്ന്. എന്തിന് 2 ആഴ്ച? 2 ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് ആക്കി. അളിയനല്ലേ? അതെ. മാരീഡാണോ? അല്ല. ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. ഒന്നുമില്ല, പോയിട്ട് വ്യാഴാഴ്ച വാ. പൊളിക്കാമെന്ന് കിടക്കുമ്പോഴാ ഞങ്ങള് വാങ്ങാമെന്നല്ലടാ, തരാമെന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വരാ കഴിവറി. ഈശ്വര, ആള് തെറ്റി. ദാ വരണു. എടാ എഴുതോ, ആരെങ്ങാണ്ട് എന്തെങ്ങാണ്ട് കൊണ്ടുവന്നേക്കണം. എന്റെ ഗൾഫിൽ നിന്ന് വന്ന അളിയനായിരിക്കും. എന്റെ പെർഫ്യൂം ഇപ്പൊ കിട്ടും. അജി ഞങ്ങളുടെ മരിച്ചുപോയ മുതലാളിയുടെ ജീവിച്ചിരിക്കുന്ന മോനാ. അവനാണോ ഈ കെട്ടിടം പൊളിക്കാനേറ്റിരിക്കുന്നത്? അല്ല, അവന്റെ അച്ഛനാ. പക്ഷെ അങ്ങനെ 2 മാസം മുമ്പ് മരിച്ചുപോയി. എന്തിപ്പോ പ്രശ്നമുണ്ടേ? പ്രശ്നമൊന്നും തിരക്കണ്ട. നീ ഒന്നും ഈ കെട്ടിടം പൊളിക്കാൻ പോകുന്നില്ല. അത് തന്നെ. പൊളിക്കുന്നില്ല എന്നല്ല, തൊടുന്നില്ല. തൊട്ടാലേ നീയൊക്കെ വിവരറിയും. ഇത് അവകാശ തർക്കമുള്ള കെട്ടറാ. അവന്റെ അച്ഛൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതിന്റെ ഈ എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ചന്ദ്രൻ പിള്ള, അങ്ങേരാ ഇതിന്റെ ഓണർ. അയാൾ അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ചന്ദ്രൻപിള്ളയുടെ അനിയന്റെ ആൾക്കാരുടെ ഞങ്ങള്. നിങ്ങൾ ചന്ദ്രൻ പിള്ള അനിയന്റെ ആൾക്കാരോ ചേട്ടന്റെ ആൾക്കാരായാലും ഞങ്ങൾക്ക് കെട്ടം പൊളിക്കാതിരിക്കാൻ പറ്റൂല ചേട്ടാ. ഇത് കണ്ടോ? ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ഇതൊക്കെ കെട്ടിടം വിളിക്കാനുള്ള സാധനങ്ങളാണല്ലേ? നിങ്ങൾ എന്താ കൊല്ലന്മാരാ? കൊല്ലന്മാരല്ലടാ, കൊല്ലാൻ വന്നവരാ. മര്യാദക്ക് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. ആദ്യം ഇസ്മായിലിക്കേ പറയാൻ പറ്റൂ. ഇസ്മായിലിക്ക് ആരാടാ അവൻ? ഞങ്ങളുടെ സൂപ്പർവൈസറാ, ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിക്ക് ഇറങ്ങിയ അപ്പ ഇടിയാ. അതുകൊണ്ട് കഴിയുന്നത്ര ഇറങ്ങൂല. അങ്ങനെ ഒരു സൂപ്പർവൈസറോ? അവനൊന്ന് കാണണല്ലോ. അവന്റെ ഇടിയൊന്നും അറിയാലോ. അയ്യോ, നിങ്ങളെ പോലെ ആൾക്കാർക്ക് തിരിക്കണ കാര്യമില്ല. പുള്ളി ബുള്ളറ്റിലാണ് നടക്കണത്. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള കെട്ടത്തിന്മേ ആയിരിക്കും. അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ അമ്മ നല്ല കാര്യം നടക്കുള്ളൂ. അതെ. എന്നാ വിളിയടാ നിന്റെ ഇസ്മായിലിക്കായ. മൊബൈൽ ഒന്ന് വിളിക്കട്ടെ. വിളിയടാ, എന്താടാ താമസം? ഹലോ ഇസ്മായിൽക്ക, ഇവിടെ പ്രശ്നമുണ്ടാ? അല്ല, അവിടെ പ്രശ്നമായ അതിന് ഞാൻ അവിടെ ഇല്ലല്ലോടാ. എടാ സൂര്യപ്രകാശം, ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇടിച്ചെന്ന് മാത്രമല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഇവിടെ ആകെ പ്രശ്നമാണ്. എടാ, ഞാനും വണ്ടി കൂടി അയാളുടെ മടിയിലാണ്. അയാളെന്റെ ഇടിയേറ്റ അംബാസഡർക്കാരനെ ഡിക്കലും. ഇതേ പോലീസ് വന്ന് കാശ് കൊണ്ട് ഇങ്ങനെ വരണ്ടാ. ഒരു മിനിറ്റ്. എടാ എഴുന്നിട്ട് മാറണോ? എന്റെ കാലെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. തന്റെ വണ്ടി എടുത്ത് മാറ്റണോ? അതിന് എന്റെ കാലെടുക്കാൻ പറ്റണ്ടേ? താൻ ആദ്യം വെളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ, ഇതിന് കാറ്റാ ഉരുടും. തന്റെ കാറ്റ് പോകാതെ നോക്കിയാൽ മതി. ഒന്നുമില്ലടാ, ഇവിടെ അടുത്തന്റെ കാറ്റ് പോകാറായി. മാറിക്കടാ. എന്താ പ്രശ്നം? എന്താ? സാറേ, ഞാനൊരു മര്യാദക്കാരനാണ്. റോഡിന്റെ വലതുവശത്ത് കൂടി ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചോണ്ട് വരികയായിരുന്നു. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർക്കാരന്റെ ഡിക്കിന്ന് ഇയാൾ എന്നെ പിടിച്ച് വലിച്ചകത്തേക്ക് കയറ്റി. എന്റെ കയ്യിലെ നഖം മുറിഞ്ഞ് എന്റെ ചുവന്ന ചോര. അയ്യോ, നുണയാണ് സാറേ, എന്റെ നെഞ്ച് തകർന്നു പോയി. ഇതെന്താ വെറുതെ ഇരിക്കണ തല്ലണ? പിന്നെ വെറുതെ അല്ല നാട്ടുകാർ പോലീസുകാരുടെ പറഞ്ഞിട്ടിരിക്കണത്. ഇങ്ങോട്ട് താടാ അവന്റെ ഒരു മൊബൈല്. ഹലോ, കുറെ നേരായി മിണ്ടായി നിക്കാണ്. മര്യാദയ്ക്ക് പ്രശ്നം തീർത്തില്ലെങ്കിൽ നിന്നെ കിടിച്ച് നിരപ്പാക്കി കളയും. ഓഹോ, ഇത് കണ്ടാ എന്നെ വെറുതെ തല്ലണേ. വെറുതെ അല്ല, പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ. എന്ന് സാറിനോട് പറഞ്ഞു. ആ ഫോണിങ്ങനെ. ഹലോ, നീ എന്ത് പണിയാടാ കാണിച്ചത്? എരുതിയിൽ എണ്ണ ഒഴിച്ചാ? നീയൊക്കെ എന്റെ കൈ കൊണ്ട് ചാവും, പറഞ്ഞേക്കാം. ഇത്രയും കൊണ്ട് തീരുന്ന ലക്ഷണമില്ല. അവന്റെ കൈ കൊണ്ട് നമ്മൾ ചാവുമെന്ന്. നീ ബുള്ളറ്റ് ഇസ്മായിൽ അറിയോ? അല്ലെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ബുള്ളറ്റ് ഇസ്മായിലോ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. നിന്നെയൊക്കെ ഇടിച്ച് പരിപ്പെടുത്ത് കളയും. ഇതെന്താ അടിച്ചു പഠിക്കുന്നത്? ഇതെന്താ വണ്ടി ഇടിച്ചാ വന്നായിരുന്നു ഇല്ലേ? ലാത്തി ചാർജ്. ഞങ്ങൾ അങ്ങോട്ട് വരാം. അവന്മാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് അവന്മാരൊന്ന് കാണുകയും ചെയ്യാം. എന്നാടാ കേരള വണ്ടിയില്. സ്ഥലം എവിടെ അറിയണ്ടേ? ആ ഫോണെന്ന് തരൂ. എന്റെ ഫോണാണ്. സൂര്യ. ഇസ്മായിൽക്ക, എവിടെ ഇത്? എടാ, ഹൈസ്കൂൾ സ്റ്റോപ്പിലാ. വേഗം വാ. എന്റെ ആൾക്കാരൊക്കെ എത്തിയല്ല. എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ല, ഇവന്മാര് വെറുതെ ഇരിക്കില്ല. ജീവങ്ങളെയും ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം. പ്രശ്നമൊന്നുമില്ല. ഇവനെ ഇയാളെ അടിച്ചൊന്ന് അതേക്ക് കയറ്റി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? ഈ വണ്ടി പണിയാനുള്ള കാശാര് തരും? അതിനവൻ ചത്തില്ല. ഉണ്ടായിരിക്കടോ, കാശൊക്കെ തരും. താനാണോ ബുള്ളറ്റ് ഇസ്മായിൽ? അതെ, എനിക്ക് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലായത്? നാറ്റിക്കല്ലേ. ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരാണെന്നാണ്. ശരി, കെട്ടിടം ഒഴിഞ്ഞു പോയിക്കൊള്ളോ. പ്രശ്നം തീർത്തു തരുമോ? ഇടി എനിക്ക് ഡെയിലി ഉള്ളതാ. പക്ഷെ ഇതല്ല പ്രശ്നം. ലൈസൻസ് ഇല്ല, RC ബുക്ക് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. എല്ലാം പണയം വെച്ചിരിക്കുക. അടുത്ത ആഴ്ച കിട്ടുള്ളൂ. പ്രശ്നം തീർത്തുന്ന കെട്ടിടം എപ്പോ ഒഴിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നിന്നെ എനിക്ക് ആവശ്യമുണ്ടോ? കേസൊന്നും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. എപ്പോ ഇറങ്ങി? ഇന്നലെ. ശരി, എല്ലാരും ഇയാൾ ഇറങ്ങാൻ നോക്കടോ. വെറുതെ മനുഷ്യന്റെ അവന്റെ അച്ഛൻ തന്ന അഡ്വാൻസ്.
ഇനി ഈ ഏരിയയിലെങ്ങാനും കണ്ടുപോകരുത് വാടാ. നേരത്തെ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇനി ആവശ്യമില്ല. അപ്പൊ ഈ കെട്ടിടം പൊളിക്കുന്നില്ലേ? എന്ത് പണിയാ ഇസ്മായിൽ കൈ ചെയ്തത്? മോനെ അജി, നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? എന്റെ മക്കളെ കൈവിടരുന്ന്. ഞാൻ അത്ര ചെയ്തിട്ടുണ്ട്. അജി, ദൈവം വലിയവനാടാ. ഇവന്മാരൊക്കെ ഇടപെട്ട കഷ്ണം പൊളിച്ചിരുന്നെങ്കിലേ കളസം കീറിപ്പോയനെ. ശരിയാ, നമുക്കിന്ന് നല്ലത് വരാൻ പോണ്ട്. എടാ അജി, ടെൻഷൻ അടിക്കല്ലേ വേണ്ടത്, ഇപ്പൊ സന്തോഷിക്കാ വേണ്ടത്. ഇത് കണ്ട കൊടുത്ത പൈസ ആരും